യൂത്തന്മാരുടെ ഒരു അടാർ കോമഡി എത്തിയിട്ടുണ്ട്. ഇവന്മാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് കോമഡി ഉത്സവമായി മാറും. ഇന്നിപ്പോൾ നിയമസഭയുടെ മുന്നിലേക്കാണ് പ്രതിഷേധവുമായി ചെല്ലുന്നത്. SFIക്കാർക്കെതിരെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ്സുകാരെ ഒന്ന് നോക്കിയേ, എല്ലാ 50 കഴിഞ്ഞ യൂത്തന്മാർ, വേണമെങ്കിൽ യൂത്ത് മൂത്തന്മാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിനോടൊപ്പം തന്നെ അല്പമെങ്കിലും സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ SFIക്കെതിരെ സാധാരണഗതിയിൽ സമരം വിളിക്കേണ്ടത് KSUക്കാരാണ്. അത് പോട്ടെ, KS കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അടുത്തതാരാണ്? യൂത്തന്മാരാണ്. യൂത്തന്മാർ സമരം വിളിക്കാൻ വരുമ്പോൾ കൊണ്ടുവന്ന കൊടിയതെന്ന് നോക്കി വെണ്ടയ്ക്ക് അക്ഷരത്തിൽ INTUC നടിച്ചു വെച്ചൊക്കെയാണ്. അരി ഏത് പയറേതെന്ന് അറിഞ്ഞുകൂടാത്ത ടീംസ് സമരത്തിന് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ. ഇത് ആരടുത്ത് പറയണത്? ശ്രദ്ധിക്കണ കാര്യമാണെങ്കിൽ യവന്മാരടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിരുന്നാലും ഇത്രയും ക്യാമറകളൊക്കെ നിൽക്കുമ്പോൾ ആവേശോജ്വല പോരാട്ടമാണ്. ചില യൂത്തന്മാർക്കൊന്നും നടക്കാൻ പോലും വയ്യ, വടിയിടിച്ച് നടക്കുന്നവരെയൊക്കെയാണ് ഇതിൽ സമരത്തിന് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള സമരത്തിനൊക്കെ ആളെ കൂട്ടി പോകുമ്പോൾ ക്യാമറ ഉണ്ടാകും. അവിടെ കോൺഗ്രസ് എന്ന് വിളി, യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഈ അമ്മാവന്മാരെയും 50 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ നിരത്തി നിർത്തുമ്പോൾ ക്യാമറ കണ്ടിട്ട് ആ വിളി കേൾക്കുന്നവർക്ക് SFIയിലെ കൊച്ചു പിള്ളേർക്കെതിരെ സമരം വിളിക്കാൻ 50 വയസ്സ് കഴിഞ്ഞവർ. കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു ഗതികേട്, പിള്ളേരെ കിട്ടാനില്ല. ഈ അടുത്ത ദിവസം പത്തനംതിട്ടയിലുള്ള ഒരു യൂത്ത് നേതാവ് പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ കാലിപ്പിടിച്ചാണ് ഒന്ന് മണ്ഡലം പ്രസിഡന്റോ മണ്ഡലം സെക്രട്ടറിയോ ആക്കുന്നത്. അതിനപ്പോൾ സമരത്തിന് അവന്മാർ ചെന്ന് വിളിച്ച് അവന്മാർ വരണ്ടേ? അതുകൊണ്ട് നമ്മൾ കിട്ടിയ ആൾക്കാരെയും കൊണ്ട് വന്നു. അങ്ങനെയാണ് യൂത്തന്മാരുടെ SFIക്കെതിരെയുള്ള ഈ കോമഡി സമരം അരങ്ങേറിയത്. ഒരൊറ്റ യൂത്തനെ അതിനകത്ത് മഷിയിട്ട് നോക്കിയായില്ല, എല്ലാം മുറ്റൻസ്. അങ്ങനെ മുറ്റൻ സമരത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വിളിയും INTUCയുടെ കൊടിയും. എന്തു പറയാൻ, അടുത്ത ഭരണത്തിലേറാൻ വേണ്ടി കിടന്ന് വെപ്രാളങ്ങളും വ്യഗ്രതകളും കാണിക്കുന്നതാണ്. നാട്ടുകാരിതൊക്കെ കണ്ടിട്ട് തീരുമാനിക്കും. അരി ഏത് പയറേതെന്ന് അറിയാത്തവരെ നിങ്ങൾക്ക് ഈ നാട് നയിക്കാൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് സ്വയം തീരുമാനിക്കേണ്ട ചില സന്ദർഭങ്ങൾ കൂടിയാണിത്.